സത്യാഗ്രഹ സമര ശതാബ്ദിയുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും പങ്കെടുക്കുകയാണ്. கேரள மாநில முதலமைச்சர் மலர்தூவி மரியாதை செலுத்தும் காட்சிகளை கண்டுகொண்டிருக்கிறோம். தந்தை பெரியாரின் சிலைக்கு மரியாதை செலுத்திய மாண்புமிகு தமிழ்நாடு முதலமைச்சர் மற்றும் கேரள மாநில முதலமைச்சர் அடுத்ததாக பெரியாரின் அருங்காட்சியகத்தை திறந்து வைக்க இருக்கிறார்கள். மாண்புமிகு கேரள மாநில முதலமைச்சர் அவர்களின் தலைமையில் திராவிடர் கழக தலைவர் மாண்புமிகு ஆசிரியர் இந்தியமணி அவர்களது முன்னிலையில் பெரியாரின் அருங்காட்சியகத்தை மாண்புமிகு தமிழ்நாடு முதலமைச்சர் அவர்கள் திறந்து வைக்க வருகிறார்கள். தந்தை பெரியாரின் நினைவகத்தின் நுழைவு வாயிலில் அமைக்கப்பட்டிருக்கும் வையகத்திற்கு சமூக நீதியின் அடையாளமாக திகழ்ந்து கொண்டிருக்கும் பெரியாரின் சிலைக்கு கீழே வைக்கப்பட்டிருக்கக்கூடிய அவரது திருவுருவப் படத்திற்கு தமிழ்நாடு முதலமைச்சர் அவர்கள் மலர்தூவி மரியாதை செலுத்தியிருக்கிறார். அவரை தொடர்ந்து மாண்புமிகு கேரள மாநில முதலமைச்சர் அவர்கள் மலர்தூவி மரியாதை செலுத்தியிருக்கிறார். அவருடன் திராவிடர் கழக தலைவர் மரியாதை செலுத்தியிருக்கிறார். அவருடன் தமிழக அமைச்சர்கள், கேரள மாநில அமைச்சர்கள் பெரியாரின் திருவுருவப்படத்திற்கு மலர்தூவி மரியாதை செலுத்தி இருக்கிறார்கள். ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി പെരിയാറിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന ചെയ്തു. ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന മുഖ്യമന്ത്രിയും അടുത്തതായി പെരിയാർ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. വൈക്കം സത്യാഗ്രഹ സമര ശതാബ്ദിയുമായി ബന്ധപ്പെട്ട ചടങ്ങിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും പങ്കെടുക്കുന്നത്. പെരിയോർ സ്മാരകത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് അടക്കം നിർവഹിച്ചു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, എം.കെ. സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മന്ത്രി വി.എൻ. വാസവൻ, തമിഴ്നാട് ജലവിഭവ വകുപ്പ് മന്ത്രി ദുരൈസ്വാമി ഉൾപ്പെടെയുള്ളവരെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള മറ്റു മന്ത്രിമാർ ഇ.വി. വേലു, എം.പി. സ്വാമിനാഥൻ തുടങ്ങിയവരും പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയ്ക്ക് വരുമോ എന്നതായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം വാർത്താ പ്രാധാന്യമുള്ള വിഷയം. എന്നാൽ ഇതുവരെയും മുല്ലപ്പെരിയാർ ചർച്ച ചെയ്തിട്ടില്ല. വരും മണിക്കൂറുകളിൽ വിഷയം ചർച്ചയാകുമോ എന്നതിൽ ഇപ്പോൾ വ്യക്തതയില്ല. എന്തായാലും മുല്ലപ്പെരിയാറിലെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട സാധന സാമഗ്രികൾക്ക് ഇപ്പോൾ പ്രവേശനാനുമതി കേരളം നൽകുകയും ചെയ്തിട്ടുണ്ട്. இன்று நடைமுறைப்படுத்தியிருக்கும் இரு மாநில முதலமைச்சர்களும் தந்தை பெரியாரின் அருங்காட்சியகம் நோக்கி சென்று கொண்டிருக்கிறார்கள். அங்கு வைக்கப்பட்டிருக்கக்கூடிய தந்தை பெரியாரின் வரலாற்று சிறப்புமிக்க புகைப்படங்களை பார்வையிட இருக்கிறார்கள். സാമൂഹ്യ നീതി സ്ഥാപിക്കാൻ അതിർത്തിക്കപ്പുറത്തുള്ള നേതാക്കളെ ഈ സ്ഥലം ഒരുമിച്ച് കൊണ്ടുവന്നു. അതിന്റെ അടയാളമായി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ പിതാവ് തந்தை പെരിയാറിന്റെ 100ാം വർഷ ആഘോഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. தந்தை பெரியாரின் நினைவகத்தில் வைக்கப்பட்டிருக்கக்கூடிய
ரிபன் வெட்டி திறந்து வைக்கிறார் முதலமைச்சர். மாண்புமிகு கேரள மாநில முதலமைச்சர் அவர்களின் தலைமையிலும் திராவிடர் கழக தலைவர் மாணவிக ஆசிரியர் டி வீரமணி அவர்களது முன்னிலையிலும் பெரியாரின் அருங்காட்சியகத்தை மாண்புமிகு தமிழ்நாடு முதலமைச்சர் அவர்கள் ரிபன் வெட்டி திறந்து வைத்திருக்கிறார். மானுட சமூகத்தின் பகுத்தறிவு வாசலை திறந்து வைத்த தந்தை பெரியாரின் அருங்காட்சியகத்தை மாண்புமிகு தமிழ்நாடு முதலமைச்சர் அவர்கள் கேரள மாநில அமைச்சர் அவருடைய தலைமையிலும் ஆசிரியர் க வீரமணி அவர்களது முன்னிலையிலும் திறந்து வைத்திருக்கிறார். വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ആണ് ചേരുന്നത്. നവമി, ഇരുവരും ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ചടങ്ങ് പുരോഗമിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, അല്പസമയത്തിന് മുൻപായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഒന്നിച്ച ഈ സ്മാരക മണ്ഡപത്തിനടുത്ത് എത്തുകയും ആ സ്മാരകത്തിൽ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. അതിനുശേഷം തന്തൈ പെരിയാറിന്റെ ഈ ഓർമ്മകളും അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ലൈബ്രറിയും ഒപ്പം ഒരു മ്യൂസിയവും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനത്തിലാണ് ഇപ്പോൾ ഇരു മുഖ്യമന്ത്രിമാരും കടന്നിരിക്കുന്നത്. ഈ ഉദ്ഘാടനങ്ങൾക്ക് ശേഷമായിരിക്കും ഈ തന്തൈ പെരിയാർ വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി സമാപന ആഘോഷം ബീച്ച് മൈതാനിയിൽ നടക്കുക. അവിടേക്കായിരിക്കും ഇതിനുശേഷം രണ്ടുപേരും പോകുന്നത്. നമുക്കറിയാം, ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി 2023 ഏപ്രിൽ 1 എം.കെ. സ്റ്റാലിൻ ഇവിടെ എത്തിയിരുന്നു. അന്ന് പ്രഖ്യാപിച്ചതായിരുന്നു, അന്ന് ഈ സ്ഥലം വന്ന് കാണുകയും ഇവിടെ തന്തൈ പെരിയാറിന്റെ സ്മാരകം അത് നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നുള്ളൊരു വാഗ്ദാനം അന്ന് നൽകിയിരുന്നു. പതിവ് പോലെ അടുത്ത വർഷം ഇതേ സമയം ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയപ്പോഴാണ് ഈ സ്മാരകം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇത് 84 സെന്റ് സ്ഥലത്ത് ഏകദേശം 8 കോടിയിലധികം രൂപ മുതൽ മുടക്കിയാണ് ഈ പ്രതിമയും അതോടൊപ്പം തന്നെ ഈ സ്മാരകവും ഗ്രന്ഥശാലയും ലൈബ്രറിയും ഒപ്പം ചെറിയൊരു പാർക്ക്, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർക്ക്, അങ്ങനെ രീതിയിലാണ് ഈ ഒരു സ്മാരകത്തിന് ചുറ്റുമായി നവീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഉദ്ഘാടനമാണ് ഇരു മുഖ്യമന്ത്രിമാരും ചേർന്ന് നടത്തുന്നത്. ഇവർക്കൊപ്പം കേരളത്തിന്റെ മന്ത്രിമാരായിട്ടുള്ള സജി ചെറിയാനും അതോടൊപ്പം തന്നെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദ്രാവിഡ കഴകം അധ്യക്ഷൻ കെ വീരമണി വിശിഷ്ട അതിഥിയാകുകയും ചെയ്യും. ഈ തമിഴ്നാട്ടിൽ നിന്നുമുള്ള മന്ത്രിമാരായിട്ടുള്ള ദുരൈമുരുകനും ഇ.വി. വേലുവും എം.പി. സ്വാമിനാഥൻ ഇവരുമാണ് ഇപ്പോൾ രണ്ട് മുഖ്യമന്ത്രിമാർക്കും ഒപ്പമുള്ളത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ലൈബ്രറിയുടെയും അതോടൊപ്പം തന്നെ ഗ്രന്ഥശാലയുടെയും ഉദ്ഘാടനത്തിന് ശേഷം ഇവർ രണ്ടുപേരും ഇനി പോവുക ബീച്ചിലേക്കായിരിക്കും. അവിടെ വെച്ചാണ്, ബീച്ച് മൈതാനിയിൽ വെച്ചാണ് ഇരുവരും അവിടെ ജനങ്ങളെ, ഇവിടെ എത്തിയിരിക്കുന്ന പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നായി ഏകദേശം 100-ലധികം ബസ്സുകളിലാണ് പ്രവർത്തകർ ഇവിടെ എത്തിയിരിക്കുന്നത്. വലിയ പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം ഇത് പൂർണ്ണമായും തമിഴ്നാട് സർക്കാരിന്റെ അധീനതയിലാണ് ഇപ്പോൾ ഈ പരിപാടി പൂർണ്ണമായും സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ശതാബ്ദി സമാപന സമ്മേളനം തമിഴ്നാടിന്റെ വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി സമാപന സമ്മേളനം തമിഴ്നാടിന്റെ സമാപന സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത്. കേരളത്തിന്റെ ആഘോഷ പരിപാടികൾ ഇത് പൂർണ്ണമായിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ട് മുഖ്യമന്ത്രിമാരും ഒന്നിച്ച് എത്തിയ ഒരു അപൂർവ വേദി കൂടിയാണ് ഇപ്പോൾ ഈ വൈക്കം കവലയിൽ നടന്നിരിക്കുന്നത്. തന്തൈ പെരിയാർ പങ്കെടുത്ത വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി സമാപന ആഘോഷ ചടങ്ങിലാണ് ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ എത്തിയിരിക്കുന്നത്. ഒപ്പം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമുണ്ട്. ഇപ്പോൾ തന്തൈ പെരിയാറിന്റെ പ്രതിമ അതിൽ പുഷ്പാർച്ചന നടത്തി അനാച്ഛാദനം ചെയ്തതിനു ശേഷമാണ് ഇരുവരും ഈ ലൈബ്രറിയും ഒപ്പം മ്യൂസിയവും അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടായി പോയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്ന് മടങ്ങും. അതിനുശേഷം ഈ ബീച്ച് മൈതാനിയിലാണ് സമാപന സമ്മേളനം
സംഘടിപ്പിക്കുന്നത് അവിടേക്ക് എത്തും. അതിനുശേഷം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അവിടെയും വലിയ പോലീസിന്റെ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2023 MK സ്റ്റാലിൻ കേരളത്തിലെത്തിയപ്പോൾ ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയപ്പോൾ അന്ന് പ്രഖ്യാപിച്ചതായിരുന്നു ഇങ്ങനെ ഒരു പ്രതിമ, അതോടൊപ്പം ചേർന്ന മ്യൂസിയവും ലൈബ്രറിയും ഒക്കെ വിപുലീകരിക്കാം അല്ലെങ്കിൽ പുനർനിർമ്മിക്കാം എന്നുള്ളൊരു ആശയം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഒരു വർഷം കഴിഞ്ഞ് ഇപ്പുറം വീണ്ടും അദ്ദേഹം ഇവിടെ എത്തി അത് ജനങ്ങൾക്കായി തുറന്ന് നൽകിയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്ന് ബീച്ച് മൈതാനിയിലേക്ക് ഇരു മുഖ്യമന്ത്രിമാരും പോകും. വലിയ കനത്ത പോലീസ് സുരക്ഷയാണ് ഇവിടെ എത്തിയ പ്രവർത്തകരെ വലിയ രീതിയിൽ വലിയ സുരക്ഷയോടുകൂടിയാണ് മാറ്റി നിർത്തിയിരിക്കുന്നത്. നമുക്കറിയാം, രണ്ട് മുഖ്യമന്ത്രിമാരും എത്തുന്ന പരിപാടി ആയതിനാൽ അതീവ സുരക്ഷയോടുകൂടിയാണ് ഈ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിനുശേഷം ഇന്ന് തന്നെയായിരിക്കും MK സ്റ്റാലിൻ തിരിച്ച് ചെന്നൈയിലേക്ക് മടങ്ങുക എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വൈക്കം സത്യഗ്രഹ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ആഘോഷ പരിപാടികളുടെ സമാപ്തിയാണ് നടക്കുന്നത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. ഒപ്പം തന്തൈ പെരിയോറിന്റെ സ്മാരകത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നു. ലൈബ്രറി കെട്ടിടം തൊട്ടടുത്ത് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്, അത് തുറന്നു നൽകിയിരിക്കുന്നു. ഇനി അല്പസമയത്തിനകം തന്നെ ബീച്ച് മൈതാനിയിൽ ആണ് പൊതുയോഗം നടക്കാൻ പോകുന്നത്. ഒരുപക്ഷെ വിവാദ വിഷയങ്ങൾ ഒന്നും തന്നെ സംസാരിക്കുവാനുള്ള സാധ്യത ആ യോഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ നേതാക്കൾ തമ്മിൽ, പ്രത്യേകിച്ച് രണ്ട് മുഖ്യമന്ത്രിമാർ തമ്മിൽ മുല്ലപ്പെരിയാർ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമോ എന്നതും വ്യക്തത കൈവരേണ്ട ഒന്നാണ്.